7 മുതൽ 11 വരെ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാനത്ത് ഉടനീളം വിവിധ പരിപാടികളോടെ ഗണേശോത്സവം സംഘടിപ്പിക്കുകയാണ്. 1000 പൊതു ഇടങ്ങളിലും 10 ലക്ഷം ഭവനങ്ങളിലും ഗണേശ വിഗ്രഹ പ്രതിഷ്ഠ നടത്തും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതിവിപുലമായ ആഘോഷമുണ്ടാവില്ല എന്ന് ബിഎസ്പി സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി, സംസ്ഥാന ട്രഷറർ വി ശ്രീകുമാർ, ഗണേശോത്സവ പരിഷത്ത് ജനറൽ കൺവീനർ പ്രശാന്ത് വർമ്മ എന്നിവർ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാനമായിട്ടും വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നിട്ട് വയ്ക്കുന്നത് ആധ്യാത്മികതയിലൂടെ നവകേരള സൃഷ്ടി എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ഹൈന്ദവ ഇതുപോലുള്ള ആചാരങ്ങളും ഉത്സവങ്ങളും എല്ലാം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു ഭാഗമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ശ്രീരാമോത്സവം, ശ്രീരാമനവമി വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തി അത് ബലവൂലമായി ചേർന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് പല സ്ഥലത്തും അത് ആഘോഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഗണേശോത്സവം വിശ്വ ഹിന്ദു പരിഷത്ത് കേരളത്തിലെ ഏകദേശം ഒരു എല്ലാ ജില്ലകളിലും എല്ലാ സ്ഥലങ്ങളിലും നടത്താനാണ് ഉദ്ദേശിച്ചത്. വളരെ വിപുലമായ രീതിയിൽ ഇത്തവണ നടത്തണമെന്നാണ് കഴിഞ്ഞ വർഷം തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വയനാട്ടിലെ ഒരു ദുരന്തത്തിൻ്റെയൊക്കെ സാഹചര്യത്തിൽ അത് അത്ര വലിയ രീതിയിൽ ഇത്തവണ വേണ്ട എന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. എങ്കിലും അതിനൊരു മുടക്കം വരരുത്, നല്ല രീതിയിൽ തന്നെ നടക്കണമെന്നുള്ളതുകൊണ്ട് അത്ര വിപുലമാക്കുന്നില്ല. അത്ര വിപുലമായ രീതിയിൽ അടുത്ത വർഷം ചെയ്യാൻ തീരുമാനിച്ചു. ഒരു 10 ലക്ഷം ഭവനങ്ങളാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഇത്തവണ ലക്ഷ്യമിടുന്നത്. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. എറണാകുളത്തൊരു 100ഓളം ഭവനങ്ങളിൽ വയ്ക്കുകയും പല സ്ഥലങ്ങളിൽ നിന്നും 7-ാം തീയതി വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ട്, സെപ്റ്റംബർ 7-ന് വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ട് 11-ാം തീയതി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഘോഷയാത്രയായി വന്ന് കലൂർ സ്റ്റേഡിയത്തിൽ വന്നതിന് ശേഷം അവിടുന്ന് ബൈക്കുകളുടെയും മറ്റ് വാഹനങ്ങളുടെയും അകമ്പടിയോടുകൂടി പുതുവൈപ്പിലുള്ള വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ശ്രീരാമക്ഷേത്രത്തിലെത്തി അവിടെ പുതുവൈപ്പ് കടലിൽ നിമജ്ജനം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് സെപ്റ്റംബർ 11-ാം തീയതി. അപ്പോൾ 7 മുതൽ 11 വരെ ആയിരിക്കും എറണാകുളത്ത് തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഗണേശോത്സവത്തിന്റെ കാര്യക്രമങ്ങൾ നടക്കുക. എറണാകുളം ജില്ലയിൽ 100 സ്ഥലങ്ങളിൽ ഗണേശ വിഗ്രഹ പ്രതിഷ്ഠ നടത്തി ഗണപതി ഹോമം, സത്സംഗം, ഭജന, മഹാ ആരതി, ആധ്യാത്മിക സമ്മേളനങ്ങൾ എന്നിവ നടത്തും. തൃപ്പൂണിത്തുറ, മരട്, പള്ളുരുത്തി, കൊച്ചി, വൈപ്പിൻ, എറണാകുളം, ഇടപ്പള്ളി, തൃക്കാക്കര എന്നീ നഗരങ്ങളിൽ നിന്ന് പൂജ നടത്തിയ ഗണേശ വിഗ്രഹങ്ങൾ ചെറുയാത്രകളായി 11-ന് ഉച്ചകഴിഞ്ഞ് 3-ന് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തിച്ചേരും. തുടർന്ന് ബൈക്കുകളുടെയും വാഹനങ്ങളുടെയും അകമ്പടിയോടെ പുതുവൈപ്പ് അയോധ്യാപുരം ശ്രീരാമക്ഷേത്രത്തിൽ എത്തുന്ന ഗണേശ വിഗ്രഹങ്ങൾ പൂജാവിധികളോടെ പുതുവൈപ്പ് ബീച്ചിലെ ആറാട്ടുകടവിൽ നിമജ്ജനം ചെയ്യും എന്ന് ഭാരവാഹികൾ പറഞ്ഞു. ചോറ്റാനിക്കരയിൽ നിന്നുള്ള ഘോഷയാത്ര പിറവം പാഴൂരിൽ നിമജ്ജനം ചെയ്യും. ഗണേശോത്സവത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ 1-ന് പാവക്കുളം ക്ഷേത്രത്തിൽ കുട്ടികൾക്ക് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. കൂടാതെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന ഗണേശ വിഗ്രഹത്തിൽ ഭക്തർക്ക് നേരിട്ട് ആരതി ചെയ്യുവാനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട് എന്ന് ഭാരവാഹികൾ അറിയിച്ചു. 4 മുതൽ 8 അടി വരെ ഉയരമുള്ള വിഗ്രഹങ്ങളാണ് ഇതിനായി ഒരുക്കുന്നത്. വിനായക ചതുർത്ഥി ദിനത്തിൽ ഗണേശ വിഗ്രഹം സ്ഥാപിച്ച ശേഷം 3, 5, 7 ദിവസങ്ങൾക്ക് ശേഷം നിമജ്ജനം ചെയ്യുന്ന തരത്തിൽ സംസ്ഥാനത്തെ എല്ലാ വിനായക ചതുർത്ഥി ആഘോഷ പരിപാടികളും നടത്തണം എന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു.